ജോൺ ജോസഫ്. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തൊടുപുഴയിൽ നിന്നുള്ള പുതുമുഖാംഗമാണ് അപ്പു ജോൺ ജോസഫ്. സാക്ഷാൽ PJ ജോസഫിൻ്റെ മകനാണ് അപ്പു ജോൺ ജോസഫ്. തൊടുപുഴ MLA ആണ്. 44,291 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് തൊടുപുഴയിൽ സിറി ചാഴിക്കാടനെ തോൽപ്പിച്ച് കന്നി അംഗത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ നിയമസഭയിലേക്ക് എത്തുന്നത്. PJ ജോസഫിൻ്റെ മകനാണ്. IT ജോലി ഉപേക്ഷിച്ചാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നിരിക്കുന്നത്. കേരളത്തിലെ അപ്പു ജോൺ ജോസഫ് എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയോടും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്തു. അപ്പു ജോൺ ജോസഫാണ് തൊടുപുഴയിൽ നിന്നുള്ള MLA. കന്നി അംഗത്തിൽ തന്നെ സിറി ചാഴിക്കാടനെ 44,291 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് തൊടുപുഴയിൽ നിന്ന് PJ ജോസഫിൻ്റെ മകൻ അപ്പു ജോൺ ജോസഫ് എത്തുന്നത്. IT ആയിരുന്നു മേഖല. ആ IT മേഖലയിൽ നിന്നാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററാണ് അപ്പു ജോൺ ജോസഫ്. ചീഫ് വിപ്പാണ് അരുൺകുമാർ. അടുത്തത് മാവേലിക്കരയിൽ നിന്നുള്ള MS അരുൺകുമാർ. ഇടതുപക്ഷത്തിൻ്റെ കനലാണ്, തീപ്പൊരിയാണ്. MS അരുൺകുമാർ മാവേലിക്കര MLA. 15,736 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അഡ്വക്കേറ്റ് മുത്താര രാജിനെ തോൽപ്പിച്ച് സഭയിൽ ഇത് രണ്ടാം തവണയാണ്. മികച്ച MLA എന്ന് വിവിധ ചാനലുകൾ നടത്തിയ വോട്ടെടുപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തിയ നേതാവാണ് MS അരുൺകുമാർ. നന്നേ ബാല്യത്തിൽ തന്നെ പാർട്ടിയോട് വളരെ ജൈവികമായി ബന്ധമുള്ള MS അരുൺകുമാർ ഇക്കുറി നിയമസഭയിലെത്തുന്നത് 15,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. UDFിൻ്റെ തരംഗത്തിനിടയിലും മാവേലിക്കരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. MS അരുൺകുമാർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് സഭയിൽ രണ്ടാം തവണയാണ് MS അരുൺകുമാർ SFIയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് എത്തി. SFI മുൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായിരുന്നു. DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. 15,736 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മാവേലിക്കരയിൽ നിന്ന് അഡ്വക്കേറ്റ് മുത്താര രാജിനെ തോൽപ്പിച്ച് MS അരുൺകുമാർ എത്തുന്നത്. എല്ലാം പാർട്ടിയാണ്, അമ്മയും കുടുംബവും എല്ലാം പാർട്ടിയാണ് എന്നാണ് അരുൺകുമാർ പറയാറ്. അടുത്തത് ആര്യാടൻ ഷൗക്കത്താണ്. നിലമ്പൂരിൽ നിന്നുള്ള നിയമസഭാംഗം. 6,00,000-ലേറെ ഇക്കുറി കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷങ്ങളിലൊന്ന് ആര്യാടൻ ഷൗക്കത്തിൻ്റെതാണ്. 54,851 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ആര്യാടൻ ഷൗക്കത്ത് ഇക്കുറി നേടിയത്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ 5 ഇരട്ടി ഭൂരിപക്ഷമാണ് ആര്യാടൻ ഷൗക്കത്തിന്. ഷറഫ് അലി എന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് പരാജയപ്പെടുത്തിയത്. നിയമസഭയിൽ ഇത് രണ്ടാം തവണയാണ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ മുൻ ചെയർമാനായിരുന്നു. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ ജനപ്രിയനാക്കി. KPCC മുൻ ജനറൽ സെക്രട്ടറിയാണ്. 2025 ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യം MLA ആയി. KSUവിലൂടെ രാഷ്ട്രീയത്തിലേക്ക്. ആര്യാടൻ മുഹമ്മദ് എന്ന കോൺഗ്രസിൻ്റെ തലപ്പൊക്കമുള്ള നേതാവിൻ്റെ മകനാണ്. നിയമസഭയിൽ ഇത് രണ്ടാം ഊഴമാണ് ആര്യാടൻ ഷൗക്കത്തിന്. നിലമ്പൂരിൽ നിന്നാണ് 54,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് ഇക്കുറി നിയമസഭയിലേക്ക് എത്തുന്നത്. അടുത്തത് AKM അഷ്റഫാണ്. മഞ്ചേശ്വരത്തു നിന്നുള്ള MLA. AKM അഷ്റഫാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ഇക്കുറി ശക്തമായ ത്രികോണ മത്സരമാകും എന്ന് കരുതിയതാണ്. പക്ഷേ ഉയർന്ന ഭൂരിപക്ഷത്തിൽ തന്നെ മഞ്ചേശ്വരം വീണ്ടും AKM അഷ്റഫിനെ അയച്ചു. നിയമസഭയിൽ ഇത് രണ്ടാം ഊഴം. 30,000-ലടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷം. 29,252 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് BJPയിലെ K സുരേന്ദ്രനെ ಪರಾಜಯಪಡಿಸಿ ನಾನು ವಿಧಾನಸಭೆಯ ಸದಸ್ಯನಾಗಿ ಚುನಾಯಿತನಾದವನಾಗಿ ಕಾನೂನಿನ ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ಸಂವಿಧಾನದ ವಿಷಯದಲ್ಲಿ ನಿಜವಾದ ಶ್ರದ್ಧೆ ಮತ್ತು ನಿಷ್ಠೆಯನ್ನು ಹೊಂದಿರುತ್ತೇನೆಂದು, ಭಾರತದ ಸಾರ್ವಭೌಮತ್ವವನ್ನು ಮತ್ತು ಅಖಂಡತೆಯನ್ನು ಎತ್ತಿ ಹಿಡಿಯುತ್ತೇನೆಂದು ಮತ್ತು ನಾನು ಈ ಕೈಗೊಳ್ಳಲಿರುವ ಕರ್ತವ್ಯವನ್ನು ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ನಿರ್ವಹಿಸುತ್ತೇನೆಂದು ಸೃಷ್ಟಿಕರ್ತನಾದ ನಾದನ ಹೆಸರಿನಲ್ಲಿ ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ. കന്നഡ ഭാഷയിലാണ് ഇപ്പോൾ മഞ്ചേശ്വരത്തു നിന്നുള്ള MLA AKM അഷ്റഫ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്.
നിയമസഭയിൽ ഇത് രണ്ടാം ഊഴമാണ്. 29,282 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കെ സുരേന്ദ്രനെയാണ് പരാജയപ്പെടുത്തിയത്. മുൻ MSFൻ്റെ മുൻ ജില്ലാ പ്രസിഡന്റാണ്, MSFൻ്റെ മുൻ പ്രവർത്തക സമിതി അംഗമാണ്, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. കാസർഗോഡ് കടമ്പാറിലാണ് ജനനം.